കൂട്ടുകാരി പറയാണ്, എടി അമ്മക്ക് നീ ക്ലാസ് കട്ടാക്കി പുറത്തു പോവല്ലേ അല്ലേ, എടി ഇന്ന് നമുക്ക് കണക്കിന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട. അല്ലെങ്കിൽ ഓൻ പറയാണ്, ഓന്റെ കയ്യിലൊരു സാധനം ഉണ്ട്, നമുക്കതൊന്ന് തിന്ന് നോക്കിയാലോ. തീരുമാനം എടുക്കാനായോ? ഓനോളും പറയണത് കേട്ട് തീരുമാനം എടുക്കാനായോ? തീരുമാനം എടുക്കാൻ ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആരാ സഹായിക്കുക? നമ്മളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളുടെ, നമ്മുടെ കിനാവുകളുടെ, നമ്മുടെ ഭാവിയുടെ പരമപ്രധാനമായ ഇൻവെസ്റ്റ്മെന്റായ നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ പൊന്നോമന കുഞ്ഞുങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക. അവരുടെ ഭാവന സുന്ദരമായ ഭാവിയിലേക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നതുകൂടിയാണ്. ഏറെ സന്തോഷമുണ്ട്. കുറേ സുന്ദരിമാരെയും സുന്ദരന്മാരെയും മുൻപിൽ ഇങ്ങനെ കാണുമ്പോൾ, സുന്ദരന്മാരെ, സുന്ദരികളെ, ഒക്കെ സുന്ദരികളാണ് കൂടുതലും അല്ലേ? അപ്പോ സുന്ദരന്മാരില്ലേ? സുന്ദരന്മാരില്ല അല്ലേ? സുന്ദരികളെ, വെരി ഗുഡ്. സുന്ദരികളാണ് കൂടുതൽ, സുന്ദരന്മാരെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ ആയി വന്നോളൂ അല്ലേ? അവര് മുമ്പിൽ കുറച്ച് സുന്ദരന്മാരെയൊക്കെ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവര് സുന്ദരികളെക്കാൾ ഉഷാറില് ആന്ന് പറയും ഇല്ലേ? പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ, നമുക്ക് ഒരു പ്രാർത്ഥന ഗാനത്തോടു കൂടി തുടങ്ങാം. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. സതതം സഹായമർപ്പിപ്പതും തിരുമുൻപിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ. നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗ ഭ്രഷ്ടർതൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ. ഏറ്റവും സ്നേഹം നിറഞ്ഞ പിഞ്ചോമന മക്കളെ, കഥയും പാട്ടൊക്കെ ഇഷ്ടാണോ? ഇവിടെ വന്നിരിക്കുന്നത് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിട്ടാ അല്ലേ? ചൂടെടുക്കുന്നുണ്ടോ? കുറച്ചു നേരം ഉള്ളൂ കേട്ടോ. ഇത്തിരി നേരം ഡോക്ടറുടെ ക്ലിനിക്കിലുള്ള കുറച്ച് അനുഭവങ്ങളും നിങ്ങളെ പോലെയുള്ള സുന്ദരികളെയൊക്കെ കഴിഞ്ഞ 9 വർഷമായിട്ട് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വേള എൻ്റെ മുൻപിലുള്ള നിങ്ങളെ പോലെയുള്ള സുന്ദരികളും സുന്ദരന്മാരും എൻ്റെ മക്കളടക്കം നിങ്ങളെ പോലെയുള്ള 3 കുഞ്ഞുങ്ങൾ ഡോക്ടർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ മക്കളടക്കം എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നോട് ചേർന്ന് നിൽക്കുന്ന മക്കൾക്കാർക്കും എൻ്റെ മുൻപിൽ ക്ലിനിക്കിൽ വരുന്ന മക്കളുടെ പോലെയുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ആത്മാർത്ഥമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ കൂടിയ ഈ കണ്ടമംഗലം പഞ്ചായത്തിലെ ഈ മിടുക്കികളും മിടുക്കന്മാരുമായ ഈ പൊന്നോമന മക്കൾക്ക് ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളാണ് നിങ്ങള്.
ഉമ്മന്റെ ഉപ്പാന്റെയും അമ്മയുടെയും അച്ഛന്റെയും മാണിക്യക്കല്ലുകളാണ് അല്ലേ? അമ്മയും അച്ഛനും അങ്ങനെയൊക്കെയല്ലേ വിളിക്കാറ്? പൊന്നെ, കരളെ, മാണിക്യക്കല്ലേ എന്നൊക്കെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വിളിക്കാറ്. അതുപോലെ നിങ്ങളുടെയും മാതാപിതാക്കൾ അങ്ങനെയൊക്കെയാ നിങ്ങളെ വിളിക്കുക. പേരില്ലാഞ്ഞിട്ടല്ല അല്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് പേരില്ലാത്തോണ്ടല്ല, നിങ്ങളോടുള്ള ഇഷ്ടം അതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് മുൻപില് കാണിച്ചു തരണം, എക്സ്പ്രസ് ചെയ്യണം, പ്രകടമാക്കണം എന്നത് അവരിങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളെ ഓർത്ത് അഭിമാനത്തോടുകൂടി ഈ കണ്ണമംഗലം പഞ്ചായത്ത് മുഴുവൻ മതിയോ, ഈ ലോകം മുഴുവൻ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കും ഈ പഞ്ചായത്തിലുള്ള ഓരോ കുടുംബാംഗങ്ങൾക്കും ആ മക്കളെ ഓർത്ത് അഭിമാനത്തോടുകൂടി തലയുയർത്തി നടക്കാൻ സാധിക്കണം. ഇതാണ് നമ്മുടെ ഈ കൂടിച്ചേരലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ കുഞ്ഞുങ്ങളെ ചൂടെടുക്കുന്നുണ്ടെങ്കിൽ തൊപ്പിയില്ലേ, അത് കുറച്ചു നേരം ഒന്ന് അഴിച്ചു വെക്കാം. തൊപ്പി അഴിച്ചിട്ട് മടിയിൽ വെച്ചോളൂ കേട്ടോ. പിന്നെ തൊപ്പി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതി കാണിക്കരുതേ. ഓക്കെ? കൂടെയുള്ള ആളെ തല്ലാനോ അടിക്കാനോ ഒന്നും തൊപ്പി ഉപയോഗിക്കണ്ട കേട്ടോ. ജസ്റ്റ് മടിയിൽ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഹാപ്പി അല്ലേ? സന്തോഷത്തിലല്ലേ? യെസ്. കഥയാണോ പാട്ടാണോ കൂടുതൽ ഇഷ്ടം? കാട്ടോ? കഥയാണോ പാട്ടാണോ എന്ന് വെച്ചപ്പോ കാട്ട് എന്നൊക്കെ പറഞ്ഞ കുട്ടികളുണ്ടല്ലോ. കഥയാണോ പാട്ടാണോ ഇഷ്ടം? കുറച്ച് പിള്ളേർക്ക് കഥ, കുറച്ച് പിള്ളേർക്ക് പാട്ട്. എന്നാ പിന്നെ നമുക്ക് കഥയിൽ തുടങ്ങാം അല്ലേ? റെഡി അല്ലേ? നമുക്കൊരു കഥ കേട്ട് തുടങ്ങാം. ഒരിക്കലേ ഒരു കർഷകരുണ്ടായിരുന്നേ, ഫാമർ. മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും മലയാളം അറിയാം. ഒരിക്കല് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ഈ കർഷകന് വിശാലമായ കൃഷിത്തോട്ടമുണ്ട്. അപ്പൊ ഈ കൃഷിത്തോട്ടത്തില് നിറയെ വിളകളാണ്. ഇങ്ങനെ എന്നു രാവിലെ ഈ കൃഷിത്തോട്ടം മുഴുവൻ ഇങ്ങനെ നടന്ന് ആ കൃഷിയിടത്തിലുള്ള ഓരോ വിളകളെയും ഇങ്ങനെ വീക്ഷിച്ച് ഇതൊക്കെ ഇങ്ങനെ നോക്കി വൈകുന്നേരം വരെ ആ കൃഷിത്തോട്ടത്തിൽ തന്നെ നിൽക്കും. ആ കൃഷിത്തോട്ടത്തില് ഏറ്റവും കൗതുകം നിറഞ്ഞ, ഏറ്റവും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ആ തോട്ടത്തിന്റെ ഒരു മൂലയില് ഒരറ്റത്ത് വലിയൊരു മരമുണ്ട്. വലിയ മരമാണ്, വളർന്ന് പന്തലിച്ച് നിറയെ ശാഖകളും ഉപശാഖകളും ഒക്കെയുള്ള വലിയൊരു വൃക്ഷമാണ്. ഈ വൃക്ഷത്തിന്റെ ഒരു ചില്ലയില് ഒരു പക്ഷിയുടെ കൂടുണ്ടായിരുന്നു. അതിന്റെ ഒരു ചില്ലയില് ഒരു പക്ഷിയുടെ കൂടുണ്ട്. ആ കൂട്ടില് ആ പക്ഷി മുട്ടയിട്ടിട്ടുണ്ട്. ഇതാണെങ്കിലോ പരുന്തിന്റെ കൂടാ. പരുന്താണ് കൂട് വെച്ചിട്ടുള്ളത്. പരുന്തിന്റെ മുട്ടകളാണ് ആ കൂട്ടിലുള്ളത്. ഈ കർഷകൻ എന്നും രാവിലെ കൃഷിത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്ന് വേഗം ഈ മരത്തിന്റെ താഴെ എത്തി മുകളിലേക്ക് നോക്കും. എന്തിനാണെന്നറിയോ? മുട്ടകളെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങള് പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട്. മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് വന്നോ എന്ന് അറിയാൻ വേണ്ടിട്ട് കൗതുകത്തോടെ ഈ കർഷകൻ ഇങ്ങനെ നോക്കി നിൽക്കും. പതിവ് പോലെ അന്നും തന്റെ കൃഷിയൊക്കെ ഇങ്ങനെ നോക്കുന്നതിനിടയിൽ ഓടിച്ചെന്ന് ഈ മരത്തിനരികിലെത്തി മുകളിലേക്ക് നോക്കുകയാണ്, ഇന്നെങ്കിലും വിരിഞ്ഞിട്ടുണ്ടോന്ന്. പക്ഷെ മുകളിലേക്ക് നോക്കുമ്പോ മരത്തിന്റെ മുകളില് ചില്ലയുമില്ല, ചില്ലയില് കിളിക്കൂടുമില്ല. ഇയാൾക്ക് അത്ഭുതമായി. എന്ത് പറ്റി? സങ്കടം വരികയാണ്. എന്ത് പറ്റി? ഈ കിളിക്കൂട് എവിടെ പോയി, പരുന്തിന്റെ കൂടെ എവിടെ പോയി എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുകയാണ് താഴെ ആ മരത്തിന്റെ കുറച്ചപ്പുറത്ത് തലേ ദിവസം പെയ്ത മഴയിലും കാറ്റിലും ഈ മരച്ചില്ല മുഴുവനായും വീണ് കിടക്കുകയാണ്. ഓടിച്ചെന്ന് നോക്കി, അതിന്റെ ഒരറ്റത്ത് ആ കിളിക്കൂടുണ്ട്. അദ്ദേഹത്തിന് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും പ്രതീക്ഷയോടെ ഒന്ന് ചെന്ന് നോക്കുക. 4 മുട്ടയില് ഒരു മുട്ടയെങ്കിലും പൊട്ടാതെ ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ 4 മുട്ടകളിൽ 3 മുട്ടയും പൊട്ടിയിട്ടുണ്ട്. ഒരു മുട്ട മാത്രം പൊട്ടാതെ കർഷകന്റെ കയ്യിൽ കിട്ടുകയാണ്. കുഞ്ഞുങ്ങളെ, എത്ര മുട്ട കയ്യിൽ കിട്ടി? ഒരു മുട്ട മാത്രം പൊട്ടാതെ കർഷകന് കയ്യിൽ കിട്ടി. കർഷകൻ എന്ത് ചെയ്തു എന്നറിയോ? ആ മുട്ട എടുത്ത് വീട്ടിലേക്ക് പോയി. എന്തിനാ? ബുൾസൈ അടിക്കാനോ? പുഴുങ്ങി തിന്നാനോ? പടച്ചോനെ, ബുൾസൈ അടിക്കാനോ അല്ല, പുഴുങ്ങി തിന്നാനോ അല്ല. കർഷകൻ എന്തിനാ കൊണ്ടുപോയെന്നറിയോ? കർഷകന്റെ വീട്ടില് കുറേ കോഴികളുണ്ട്. അതില് കുറച്ച് കോഴി അമ്മമാര് മുട്ടയൊക്കെ ഇട്ട് ആ മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നുണ്ട്. തന്റെ കുഞ്ഞുങ്ങൾ വിരിയുന്നതും കാത്ത് ദിവസങ്ങളായി ഇങ്ങനെ അടയിരിക്കാം. കർഷകൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ ഒരു മുട്ട വിരിയാൻ വേണ്ടിയിട്ട് കോഴി അമ്മയുടെ കോഴിമുട്ട
മുട്ടകളുടെ കൂടെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കോഴിയമ്മ ഇതൊന്നും അറിയാതെ തൻ്റെ കോഴിമുട്ടകളോടൊപ്പം പരുന്തിന്റെ മുട്ടയ്ക്ക് മടയിരുന്നു. ദിവസം ഇങ്ങനെ കഴിയണം. ഒരു ദിവസം രാവിലെ കർഷകൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ കൗതുകം നിറഞ്ഞൊരു കാഴ്ച കണ്ണിലുടയാണ്. പുറത്തേക്ക് നോക്കുമ്പോ എന്താ കാണുന്നതെന്നറിയോ? കുഞ്ഞു ശബ്ദത്തില് അമ്മക്കോഴിയുടെ ചിറകിന്റെ കൂടെ അമ്മക്കോഴിയുടെ കൂടെ ഇങ്ങനെ നടന്നു വരാണ് കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങള്. മുട്ടയൊക്കെ വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അമ്മയോടൊപ്പം ഇങ്ങനെ അമ്മ നടക്കുന്ന പോലെ കോഴിക്കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ നടുവിൽ, ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു പരുന്തിന്റെ കുഞ്ഞുണ്ട്. കർഷകൻ കൗതുകത്തോടെ ഈ കാഴ്ച ഇങ്ങനെ നോക്കി നിന്നു. അമ്മക്കോഴി കാണിച്ചു കൊടുക്കുന്ന അതേപോലെ, അമ്മക്കോഴി ചെയ്യുന്ന അതേപോലെ കോഴിക്കുഞ്ഞുങ്ങളും കൊത്തി തിന്നുകയും ചിക്കി ചികയുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്റെ അമ്മക്കോഴിയും തന്റെ കൂടെയുള്ള സഹോദരങ്ങളായ കോഴിക്കുഞ്ഞുങ്ങളും ചെയ്യുന്നത് പോലെ പരുന്തിന്റെ കുഞ്ഞും കൊത്തി തിന്നും ചിക്കി ചികഞ്ഞും ഇങ്ങനെ അമ്മയുടെ കൂടെ നടക്കുക. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു. ഒരു ദിവസം കർഷകന്റെ വീട്ടിലേക്ക് കർഷകന്റെ കൂട്ടുകാരൻ വരികയാണ്. അങ്ങനെ കൂട്ടുകാരനെ സ്വീകരിച്ചു. വിരുന്നൊക്കെ കഴിഞ്ഞു. സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കൊടുത്ത് വിരുന്നിനൊടുവില് കർഷകന്റെ കൂടെ കൂട്ടുകാരനും കൂടെ മുറ്റത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നേരത്തെ ഉള്ള ഈ കൗതുകം നിറഞ്ഞ കാഴ്ച അദ്ദേഹവും കാണുന്നത്. അത്ഭുതം തോന്നി. കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കുകയാണ്, കർഷകന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇതെന്താ കഥ? കുറെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ അമ്മക്കോഴിയുടെ കൂടെ ഇതെന്താ ഒരു പരുന്തിന്റെ കുഞ്ഞ്? ഈ കുഞ്ഞ് പറക്കാറില്ലേ എന്ന് കർഷകൻ ഉണ്ടായ കഥ മുഴുവൻ തന്റെ കൂട്ടുകാരന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഉണ്ടല്ലോ, കൂട്ടുകാരന്റെ സംശയം തീർന്നില്ല. ഇത് പരുന്തിന്റെ കുഞ്ഞല്ലേ? പരുന്തിന്റെ കുഞ്ഞ്, പരുന്ത് എന്ന് പറയുന്നത് ആകാശത്തിലൂടെ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് പരുന്ത്. എന്നിട്ട് ഇത്രയും നാളായിട്ട് അത് പറന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ കർഷകൻ കുറച്ചുകൂടെ ഉറപ്പിച്ചിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു കൊടുത്തു, ഇല്ല, അതിന് പറക്കാൻ അറിയില്ല, അത് പറക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന്. അപ്പൊ കൂട്ടുകാരൻ വീണ്ടും പറഞ്ഞു കൊടുക്കാൻ, നിനക്കൊരു കാര്യം അറിയോ? പരുന്തിന്റെ കഥ ഇങ്ങനെയാ. പരുന്ത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാലേ അമ്മ പരുന്ത് പറന്നുപോയി ജീവനുള്ള ഒരു പാമ്പിനെ അല്ലെങ്കിൽ ജീവനുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണ വസ്തു അല്ലെങ്കിൽ ജീവനുള്ള ഒരു ജീവിയെ കൊത്തിക്കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കും. ഈ കുഞ്ഞുങ്ങള് ഈ പാമ്പിനെ മുഴുവനായും തിന്നു കഴിയുമ്പോ അമ്മ പരുന്ത് പറന്നു വരും. എന്നിട്ട് ഓരോ കുഞ്ഞുങ്ങളെയും കൊത്തി കൂട്ടിൽ നിന്നും താഴേക്കിടും. താഴേക്ക് വീഴുന്ന വേളയില് ഏത് പരുന്താണോ പറന്നകലുന്നത് ആ പരുന്തിന് ജീവിതത്തിലേക്ക് മടങ്ങാം. അതല്ല പറക്കാൻ കഴിയാത്ത പരുന്താണോ താഴെ വീണ് ചത്തുപോവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയാ പരുന്ത്. എന്നിട്ട് ഇത്ര നാളും ഈ കോഴികളുടെ കൂടെ ഇങ്ങനെ നടന്നിട്ടത് പറന്നു പോയിട്ടില്ല എന്ന് പറയുമ്പോ അത്ഭുതമാണ് എന്ന് കൂട്ടുകാരൻ വീണ്ടും പറഞ്ഞപ്പോ രണ്ടുപേരും ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിച്ചു. എന്നാ നമുക്ക് നോക്കാം, ഈ പരുന്തിന് പറക്കാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞ് പരുന്തിന്റെ കുഞ്ഞിനെയും എടുത്ത് കൂട്ടുകാരനും കർഷകനും കൂടെ ഒരു മലയുടെ മുകളിലേക്ക് പോവാണ്. അങ്ങനെ മലയുടെ മുകളിലെത്തി. മലയുടെ മുകളിൽ നിന്നും കൂട്ടുകാരൻ കർഷകൻ പൊന്നുപോലെ പൊന്നോമനിച്ച് താലോലിച്ച് കൊണ്ട് നടക്കുന്ന പരുന്തിന്റെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ദൂരേക്ക് വലിച്ചെറിയാൻ ഒരുങ്ങുകയാണ്. പരുന്തിന്റെ കുഞ്ഞിന് പറക്കാൻ അറിയുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. താഴെ വീണ് ചത്തുപോകുമെന്ന് കർഷകൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ആ പരുന്തിന്റെ കുഞ്ഞില്ലേ, ആ കുഞ്ഞ് ഇന്നേ വരെ കാണാത്ത, കർഷകൻ ഇന്നേ വരെ കാണാത്ത അതിന്റെ ശരീരത്തിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന അതിന്റെ ചിറകുകൾ വിശാലമായി വിരിച്ചുകൊണ്ട് ആകാശമുട്ടേ പറന്ന് പറന്ന് പറന്നകന്ന് രക്ഷപ്പെട്ടു പോവാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ കഥ വലിയ ഒരു പാഠം നൽകുന്ന ഒരു കഥയാണ്. ഈ കഥ ഒരു പക്ഷേ നിങ്ങളുടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സുന്ദരന്മാരുടെയും സുന്ദരികളുടെയും ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടവുമായി അങ്ങേയറ്റം ബന്ധമുണ്ട്. ഇപ്പൊ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഉണ്ടല്ലോ, അതുമായി അങ്ങേയറ്റം ബന്ധമുള്ള ഒരു കഥയാണ്. അതെന്താണ് ബന്ധം എന്നുള്ളത് നമ്മൾ പറയുന്നതിന്റെ മുമ്പേ ഈ കഥയിലുള്ളൊരു പാഠം എന്താ? ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? എന്തുകൊണ്ടാ പരുന്തിന്റെ കുഞ്ഞ് പറക്കാതിരുന്നേ? എന്തുകൊണ്ട് പരുന്തിന്റെ കുഞ്ഞ് പറക്കാതിരുന്ന? മോൻ പറ,
മൈക്ക് ഉണ്ടോ കുഞ്ഞിന് കൊടുക്കാന്? ഫഹ്സാൻ മിടുക്കൻ. എന്തുകൊണ്ടാ പരുന്ത് പറക്കാതിരുന്നേ? കാരണം അതിന്റെ ഒപ്പം നടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളൊന്നും അത് പറന്ന് കണ്ടിട്ടില്ല. വൗ, ഫാന്റാസ്റ്റിക് ആൻസർ. ഫഹ്സാൻ മിടുക്കനാണ് കേട്ടോ. ഫഹ്സാൻ പെട്ടെന്ന് കൈയടിച്ചേ. അയ്യേ, കണ്ണമംഗലം എന്നൊക്കെ കേട്ടപ്പോ ഞാൻ ഓർത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇത്രയുള്ളൂ നിങ്ങളെ കയ്യടി. കൈയടിക്കാൻ എന്തിനാ ഇത്ര പിശുക്ക്? ഒന്ന് ആത്മാർത്ഥമായി ഒന്നുകൂടെ കൈയടിച്ചേ. പോരാ, ഇത് കാക്കക്കുട്ടി കല്ലെറിഞ്ഞ പോലത്തെ കയ്യടിയാ. ഇങ്ങനെ വേണ്ട, ഞങ്ങൾ നിലമ്പൂരാര് കൈയടിക്കണ പോലെ കൈയടിച്ചാ മതി. റെഡിയാണോ? അങ്ങനെയൊന്നല്ല നിങ്ങൾ കൈയടിക്കല്ലേ. ഞാൻ പറയുന്ന പോലെ ഫഹ്സാന് വേണ്ടിട്ട് നമ്മൾ എല്ലാരും കൈയടിക്കാൻ പോവാണേ. Are you ready? Yes, okay. അപ്പോ ഞാൻ 1 എന്ന് പറയുമ്പോ ആയിട്ടില്ല. ഞാൻ 1 എന്ന് പറയുമ്പോ നിങ്ങൾ 2 തവണ കൈയടിക്കണം. ഓക്കെ അല്ലേ? 1 എന്ന് പറയുമ്പോ ഉമ്മമാരും പാരന്റ്സും കൈയടിക്കണം കേട്ടാ. ഇതിൽ നിന്നൊന്നും നിങ്ങള് വിട്ടു നിൽക്കേണ്ടവരല്ല. ഞാൻ ഒരുപക്ഷെ എന്റെ ദൃഷ്ടി പോവും അവരിലേക്കായിരിക്കുന്നു മാത്രം. അപ്പോ 1 എന്ന് പറയുമ്പോ 2 തവണ കൈയടിക്കുക. 2 എന്ന് പറയുമ്പോ 3 തവണ കൈയടിക്കണം. 3 എന്ന് പറയുമ്പോ 4 തവണ കൈയടിക്കണം. വെരി ഗുഡ്. അപ്പൊ റെഡി അല്ലേ? 1 എന്ന് പറയുമ്പോ 2 തവണ. വളരെ കോൺസെൻട്രേഷനിൽ ഇരിക്കട്ടെ എല്ലാരും. എന്നെ തോൽപ്പിക്കണം. നിങ്ങൾ നിലമ്പൂരുകാരിയാണോ, നിങ്ങൾ കണ്ണമംഗലംകാരാണോ, ജയിക്കുക നമുക്ക് ഇന്ന് ഇവിടെ തെളിയിക്കണം. റെഡി അല്ലേ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. റെഡി? 1 2 3 1. ഞാൻ ജയിച്ചതായി ഞാൻ ഒറ്റയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ ജയിച്ചില്ലേ? ഞാൻ എന്ത് പറയുമ്പോഴാ കൈയടിക്കാൻ പറഞ്ഞേ? 1 അല്ലേ? ഞാൻ പറഞ്ഞത് എന്താ? 1 അല്ലേ? ഞങ്ങളെ നിലമ്പൂരൊക്കെ 1 മലയാളം 1 ഇംഗ്ലീഷുവാ. നിങ്ങളെ കണ്ണമംഗലത്തും അങ്ങനെ തന്നെയല്ലേ? 1 മലയാളം 1 ഇംഗ്ലീഷും അല്ലേ? സാരല്ലേ, ഒരു മിസ്റ്റേക്ക് ഒക്കെ ആർക്കും പറ്റൂലേ? ഒന്നുകൂടെ നമുക്ക് ഗെയിം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും നട്ടെല്ലാം ഒന്ന് വളയാണ്ടിരിക്കുക. സ്ട്രൈറ്റ്. ഒന്ന് ഡീപ്പായിട്ടൊന്ന് ഇൻഹെയിൽ ചെയ്യാ. ഡീപ്പ് ഇൻഹെയിൽ സ്ലോലി ആൻഡ് എക്സെയിൽ. വൺസ് മോർ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. ഓക്സിജൻ ഒക്കെ ബ്രെയിനിലേക്ക് മുഴുവനായി എത്തട്ടെ. വളരെ കോൺസെൻട്രേഷനിൽ ഇരിക്കുക കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. റെഡി? 1. ഇവിടെ ഞാൻ തന്നെ ജയിച്ച്. ഒന്നും കൂടെ അല്ലേ? 1 തോറ്റാ പിന്നെ 3 എന്നാണല്ലോ അല്ലെ? അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിം ആണ്. ഇനി കളിയില്ല കേട്ടോ. നിലമ്പൂരുകാരി ഞാൻ ഒറ്റ ആളാ. കണ്ണമംഗലാണ് ഈ കാണുന്നത് മുഴുവൻ ഇല്ലേ? അപ്പൊ ആര് ജയിക്കണം ഇന്ന് ഇവിടെ തീരുമാനിക്കപ്പെടാൻ പോവാണ്. റെഡി അല്ലേ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. 1 2 3 once more. 1 2 3 1 2. ഇല്ല, ഞാൻ തോറ്റു. വളരെ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി ഉള്ള കുട്ടികളുടെ മാതാപിതാക്കളുമാണ്. ഗ്രേറ്റ്. അപ്പൊ ഫഹ്സാൻ മിടുക്കനാണ്. ഫഹ്സാൻ എക്സാക്ട് ആൻസർ ഇവിടെ പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പരുന്തിന്റെ കുഞ്ഞ് പറക്കാതിരുന്നത്? ചിറകില്ലാത്തോണ്ടാണോ? പറക്കാൻ അറിയാഞ്ഞിട്ടാണോ? പക്ഷേ പരുന്തിന്റെ കുഞ്ഞ് കാണുന്നത് എന്താ? ചുറ്റുമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ. പരുന്തിന്റെ കുഞ്ഞ് എപ്പോഴും കാണുകയും മാതൃകയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കൂടെയുള്ള കോഴിയുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും കാണുന്ന, തൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന, തനിക്ക് ചൂടും സ്നേഹവും ഒക്കെ തരുന്ന തൻ്റെ കോഴിയമ്മ പറക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കോഴിയമ്മ ചെയ്യുന്നത് പോലെ കൊത്തിത്തിന്നും ചിക്കിഞ്ഞും ഇങ്ങനെ നടക്കുന്നത്. ഇതുപോലെയാണ് നിങ്ങളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പൊ അത് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താന്ന്. ഇവിടെ 4ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങളുള്ളതല്ലേ? 10 വയസ്സ് അല്ലെ? 10 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ചിലർക്കൊക്കെ 9 വയസ്സാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പോ ജീവിക്കുന്നത് കൗമാരപ്രായത്തിലാണ്, അഥവാ അഡോളസന്റ് പീരീഡിലാണ്. ഈ പീരീഡിനാണെങ്കിൽ ഉണ്ടല്ലോ കുറേ പ്രത്യേകതകളുണ്ട്. ജീവിതത്തില് ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും രസമുള്ള, അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമുക്ക് എന്നും ഓർത്തെടുക്കാൻ
പറ്റുന്ന, അതുമല്ലെങ്കിൽ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു കാലഘട്ട ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. അപ്പൊ എത്ര പ്രായം മുതലാ, ഏത് വയസ്സ് മുതലാ കൗമാരം തുടങ്ങണേ? ഫൈസാൻ, ഏത് പ്രായം മുതലാ തുടങ്ങണ? ഈ ഫൈസാൻ കൈ പൊക്കണോണ്ടാട്ടോ ഓരെ വിളിച്ചത്. ഫൈസാന്റെ മുമ്പ് കൈ പൊക്കിയാല് നിങ്ങൾക്ക് ഉത്തരം പറയാം. ഇപ്പൊ നോക്കൂ, ഈ മൈക്ക് നിങ്ങൾ അടുത്തേക്ക് ഫ്രീ ആയിട്ട് വരും. ഒറ്റ പൈസ നിങ്ങൾ കൊടുക്കണ്ട, വാടകയൊന്നും കൊടുക്കണ്ട. മൈക്ക് നിങ്ങളൊന്ന് ചോദിക്കേ വേണ്ടു, നിങ്ങളെ കയ്യിലേക്ക് വരും. ഒരു പക്ഷെ നാളെ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കണമെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വറക്കാണ്ട്, മുട്ടുകാലം ഇങ്ങനെ വറക്കാണ്ട്, കുറേ മനുഷ്യന്മാരിടയിൽ നിന്ന് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ ആക്റ്റീവായിട്ട് ആൻസർ അറിഞ്ഞാലും ഇല്ലെങ്കിൽ കൈ പൊക്കുക, മൈക്കിലൂടെ ആൻസർ അറിയുന്ന നിങ്ങൾ ചിന്തിച്ച ആൻസർ പറയാ. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ. ഓൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഓൻ എന്ത് വിചാരിക്കും, ഓള് കളിയാക്കോ ഓന് കളിയാക്കോ എന്ന് ചിന്തിക്കരുത്. ഓള് കളിയാക്കിയാലും ഓന് കളിയാക്കിയാലോ ഞമ്മക്ക് ഒരു കുഴപ്പമില്ല, ഇല്ലേ? ഓള് കളിയാക്കിയാലും ഓന് കളിയാക്കിയാലും നമുക്കൊരു കുഴപ്പമില്ല. ഉള്ളിൽ വിചാരിക്കുന്ന ആൻസർ പറയണം. അപ്പൊ അഗൈൻ ഫൈസാൻ ആണ്. ഒന്ന് കൈയടിച്ചേ. 1 2 ഫൈസാൻ. എപ്പോഴാ കൗമാരം തുടങ്ങുന്നേ? ഏത് വയസ്സ് മുതലാ? 13. ഇരിക്കേ. ഫൈസാൻ പറഞ്ഞു ഇരുന്നോ? 13 അല്ലേ? 13 ആൻസർ പറയണ എത്ര പേരുണ്ട്? 13 ആൻസർ പറയുന്ന എത്ര പേരുണ്ട്? ഇല്ല. പാരന്റ്സ് 13 ആണോ ടീനേജ് തുടങ്ങുന്നത്, കൗമാരം തുടങ്ങുന്നത്? 1-2 പാരന്റ്സ് ഒക്കെ 13 ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ബാക്കിയുള്ളവരുടെ ആൻസർ ഒക്കെ അപ്പൊ എന്താ? എപ്പോഴാ കൗമാരം തുടങ്ങുക? 12 9 Then 10 എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് എഴുന്നേറ്റുന്നേ. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഓക്കെ. 10 വയസ്സെന്ന് പറയുന്ന പാരന്റ്സും 10 എന്ന് പറയുന്ന എത്ര പേരുണ്ട്? എടിച്ച് നീച്ച ഞാനും നീച്ചു നല്ലട്ടാ. ഉള്ളിലുണ്ടെങ്കിൽ മാത്രം നീറ്റാ മതി. ഓള് നീറ്റ ഞാനും നീക്കുന്നുള്ളതല്ല. കുട്ടികളാട്ടോ നമ്മളെ മാതൃകകളാക്കുന്ന, നമ്മളെ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിക്കുന്ന പൊന്നോമന മക്കളാണ് ഓപ്പോസിറ്റ് സൈഡുള്ളത്. സോ ബിഹേവ് വൈസ്ലി. ഓക്കെ. ഒരാള് 10 എന്ന് അഭിപ്രായമുള്ള ഒരാളെ ഉള്ളൂ. അയ്യോ ഒന്ന് എണീറ്റിക്കോ. ഡീജനറേഷനൊക്കെ തുടങ്ങിയോ? ഊരവേദനയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ എണീക്കാൻ കുറച്ച് പണിയായിരിക്കും. കണ്ടിട്ട് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളല്ലേ, ഉമ്മമാരാ കൂടുതലുള്ളത്. അതുകൊണ്ട് കൂടുതൽ ഡീജനറേഷനും തേയ്മാനൊന്നും സംഭവിച്ചിട്ടില്ല എല്ലുകൾക്കും പല്ലുകൾക്കും ഒന്നും. 2 പേർക്ക് 10 എന്ന് അഭിപ്രായം ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. കുറച്ച് പേർക്ക് എണീറ്റിക്കാൻ മടിയുണ്ട്. 3 പേർക്ക് ഹോൾ സിറ്റ്. അപ്പൊ ഇതാണ് എക്സാക്ട് ആൻസർ. 10 വയസ്സ് മുതലാണ് കൗമാരപ്രായം തുടങ്ങുന്നത്. ഏത് വരിക? 10 to 19. വെരി ഗുഡ്. 10 മുതൽ 19 വയസ്സ് വരെയാണ് അഡോളസന്റ് പീരീഡ്. ഇനി അഡോളസന്റ് പീരീഡ് എന്ന് വെച്ചാൽ എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന WHO എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടന. ഈ സംഘടനയുടെ ഏറ്റവും പുതിയ, ഏറ്റവും റിവൈസ്ഡ് കണക്ക് പ്രകാരമാണ് 10 to 19 ഒരു മനുഷ്യന്റെ കൗമാര പീരീഡ്, അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി പീരീഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാണ്, adolescent period is a transition period. It's a transition period from childhood to adulthood. എന്താ പറയണേ? ഇതൊരു ട്രാൻസിഷൻ പീരീഡാ. ചേഞ്ചസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയ. കുറേ മാറ്റങ്ങള്, ഒരുപാടേറെ മാറ്റങ്ങള് ശാരീരികമായും മാനസികമായും വൈകാരികമായും ഒക്കെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഫിസിക്കലി മെന്റലി ആൻഡ് ഇമോഷണലി ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ് കൗമാരപ്രായം. അതോ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്, കുട്ടിക്കാലത്തിൽ നിന്നും മുതിർന്ന ആളെന്ന, യുവാവെന്ന, യൗവനം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിനിടയിലുള്ള ട്രാൻസിഷൻ, ചേഞ്ച് സംഭവിക്കുന്ന പീരീഡ് ആണ് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളില്ലേ, ഈ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ശരീരത്തിന് കുറെ മാറ്റങ്ങൾ വരും, ഹോർമോൺസിൽ കുറെ മാറ്റങ്ങൾ വരും, അതുകൊണ്ട് ചിന്തയിൽ കുറെ മാറ്റങ്ങൾ വരും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നുണ്ട്, ഈ പീരീഡിനെ നമ്മൾ ബുള്ളറ്റ് പ്രൂഫിംഗ് പീരീഡ് എന്ന് കൂടി വിളിക്കാമെന്ന്.
ഈ പീരീഡിനെ നമുക്ക് ബുള്ളറ്റ് പ്രൂഫിംഗ് പീരീഡ് എന്ന് വിളിക്കാം. ബുള്ളറ്റ് പ്രൂഫ് എന്ന് വെച്ചാൽ എന്താ? വെടിവെച്ചാൽ കൊള്ളൂല്ല ഇല്ലേ? വെടിവെച്ചിട്ട് കാര്യമില്ല, വെടികൊണ്ട് കൊള്ളുവോ? മേല് തറക്കൂല എന്ന്. അതിനെയാണ് നമ്മൾ ബുള്ളറ്റ് പ്രൂഫിംഗ് കപ്പാസിറ്റി എന്ന് പറയാ. ബുള്ളറ്റ് പ്രൂഫിംഗ് പീരീഡാ. അതായത് എന്ത് വന്നാലും അതിനെയൊക്കെ നേരിടാനുള്ള ചങ്കൂറ്റത്തിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സമയം കൂടിയാ. ഇനിയോ കുറെ കഴിഞ്ഞ് നമ്മൾ യൗവനത്തിലേക്കൊക്കെ എത്തി, യൗവനം കഴിഞ്ഞ് വാർദ്ധക്യൊക്കെ എത്തി എന്ന് വിചാരിക്കാം. അവിടെയൊക്കെ എത്തുമ്പോഴും നമ്മൾ എന്തും ആഗ്രഹിക്കുന്ന, ഓർക്കാൻ ആഗ്രഹിക്കുന്ന, അതും അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു പീരീഡ് കൂടിയാണ് കൗമാരം. അതിന് കാരണം എന്താണെന്നറിയോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കോഴിയമ്മയുടെയും പരുന്തിന്റെയും കഥയിലുള്ളതാ. പരുന്ത് പറക്കാതിരുന്നത് അതിന്റെ ചുറ്റുപാടിൽ നിന്നും പഠിച്ചതും കണ്ടതുമായ കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാ. അതുപോലെയാണ് ഈ പീരീഡും. നിങ്ങളുടെ ഭാവി ജീവിതം, നിങ്ങളുടെ യൗവനം, അഡോളസന്റ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് 19 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ വിദ്യാഭ്യാസം അതിന്റെ പീക്കിലെത്തി നിൽക്കുന്ന സമയമാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടില്ല, ഒരു ജോലിയിലേക്കൊക്കെ നിങ്ങൾ എത്തുന്ന സമയമാവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരെല്ലാം ഒക്കെ ആയിത്തീരണം, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയെല്ലാം ഒക്കെ ആയിത്തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ പീരീഡിലാണ്, ഈ സമയത്താണ്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ എന്തെല്ലാം ഒക്കെയാണോ കാണുന്നത്, എന്തെല്ലാം ഒക്കെയാണോ കേൾക്കുന്നത്, എന്തെല്ലാം ഒക്കെയാണോ അനുഭവിക്കുന്നത്, എന്തെല്ലാം ഒക്കെയാണോ അറിയുന്നത്, ആരുടെയൊക്കെയാണോ കൂടുന്നത്, ചേരുന്നത്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഇതിന്റെ രൂപത്തിലാണ് നിങ്ങളുടെ ഭാവി സംവിധാനിക്കപ്പെടുന്നത്. അപ്പോ ഏറ്റവും മനോഹരമായി പറക്കുന്ന തൻ്റെ പരുന്തിൻ സഹോദരന്മാരുടെ കൂടെയായിരുന്നു പരുന്തിന്റെ കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ അതിന് പറക്കാൻ പറ്റിയേനെ. അതുപോലെ നിങ്ങൾ ഇവിടെ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും ഏറ്റവും നല്ല കാര്യങ്ങൾ, ഏറ്റവും നന്മ നിറഞ്ഞ കാര്യങ്ങൾ, ഏറ്റവും മികച്ച കാര്യങ്ങൾ മാത്രമായി തീരുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ഭാവി ജീവിതവും ഏറ്റവും മികച്ചതായി മാറും. നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫും ഏറ്റവും മനോഹരമായി മാറും. ആ സമയമാണ് ഈ 10 മുതൽ 19 വയസ്സ് വരെയുള്ള സമയം. ഏറ്റവും ക്രൂഷ്യൽ പീരീഡാ. ഇവിടെ നിങ്ങളുടെ തീരുമാനങ്ങളാണ്. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ്, നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ജീവിതത്തിന്റെ സുഖവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഇരിക്കുന്നത്. പക്ഷെ ഉണ്ടല്ലോ, ഈ സമയത്ത് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? കഴിയോ? ഇല്ല. മെഡിക്കൽ സയൻസ് പറയാണ്, മനഃശാസ്ത്രം പറയാണ്, ഒരു മനുഷ്യന്റെ തലച്ചോറിൽ കുറെ ഭാഗങ്ങളുണ്ട് അല്ലെ? ഈ തലച്ചോറിലെ ഏറ്റവും മുൻപിലുള്ള ഒരു ഭാഗമുണ്ട്, അതിന് നമ്മൾ ഫ്രണ്ടൽ ലോബ് എന്നാ പറയാ. ഈ ഫ്രണ്ടൽ ലോബാണ്, ഈ ഭാഗമാണ് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടം വരുമ്പോ, എന്റെ ജീവിതത്തിന് അതും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല തീരുമാനം ഞാൻ എങ്ങനെ എടുക്കും, ഏറ്റവും നല്ല തീരുമാനം ഞാൻ എങ്ങനെ എടുക്കും എന്ന മെസ്സേജ്, ആ തീരുമാനത്തിലേക്ക് ഏറ്റവും ഭംഗിയായി നമ്മളെ എത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഇതാ. പക്ഷെ ഉണ്ടല്ലോ, ആ ഭാഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതെപ്പോഴാ പൂർണ്ണ വളർച്ച എത്തുകയെന്നറിയോ? 19 വയസ്സിനും 23 വയസ്സിനും ഇടയ്ക്കാം. 19 വയസ്സിനും 23 വയസ്സിനും ഇടയ്ക്ക് മാത്രമാണ് ഇതിന്റെ പൂർണ്ണ വളർച്ച എത്തുള്ളൂ. അപ്പൊ പൂർണ്ണ വളർച്ച എത്തിയ ഒരാൾക്ക് മാത്രമേ ഈ തീരുമാനം എനിക്ക് നല്ലതാണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്റെ ഭാവിയിൽ അല്ലെങ്കിൽ നാളെ എനിക്ക് എന്തെല്ലാം കോൺസിക്വൻസസ് വരും, എനിക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന തീരുമാനത്തിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ ഈ ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്തണം. എന്തപ്പോ കാട്ടുക? പൂർണ്ണ വളർച്ച എത്തിയോ? ഇല്ല അല്ലേ? അപ്പൊ കൂട്ടുകാർ പറയാണ്, എടി അമ്മക്ക് നീ ക്ലാസ് കട്ടാക്കി പുറത്തു പോവല്ലേ അല്ലേ? എടി ഇന്ന് നമുക്ക് കണക്കിന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട. അല്ലെങ്കിൽ ഓൻ പറയാണ്, ഓന്റെ കയ്യിലൊരു സാധനം ഉണ്ട്, നമുക്കതൊന്ന് തിന്ന് നോക്കിയാലോ? തീരുമാനം എടുക്കാനായോ? ഓനോളും പറയുന്നത് കേട്ട് തീരുമാനം എടുക്കാനായോ? തീരുമാനം എടുക്കാൻ ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആരാ സഹായിക്കുക? ഈ ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്താത്തത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ കൂടെ ആരുണ്ട്? ആരുണ്ട് ഫൈസാനെ? ഈ ഭാഗത്തുള്ളത് ആരാ?
ഇവിടെ ഇങ്ങനെ ഇരിക്കണില്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന അവാർഡ്, നിങ്ങൾ ഈ അവാർഡ് വാങ്ങിക്കുമ്പോഴേ ആരാ സന്തോഷിക്കാന്നറിയോ? നിങ്ങളാണോ അല്ലെങ്കിൽ ഞാനാണോ? ഈ മുൻപിൽ ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പേഴ്സ് ഒക്കെ ആണോ? അല്ല, ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ സന്തോഷിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാളും സന്തോഷിക്കാരാന്നറിയോ? ഇവരാ. ഇവിടെ ഇരിക്കുന്ന ഈ മാതാപിതാക്കളില്ലേ, അമ്മയും അച്ഛനും ഇല്ലേ, ഉമ്മയും വാപ്പയില്ലേ, അവരാണ് നിങ്ങൾക്കൊരു അവാർഡ് കിട്ടുമ്പോ, നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടുമ്പോ നിങ്ങളെക്കാളേറെ സന്തോഷിക്കുന്നത് അവരാ. ഇനി ഒന്നും വേണ്ട, നിങ്ങളൊന്ന് കാല് വഴുതി വീണു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സാമിന് തോറ്റു എന്ന് വിചാരിക്കാം. വലിയ കാര്യമൊന്നും അല്ല അല്ലെ എക്സാമിന് തോൽക്കുന്നത്, അടുത്ത എക്സാമിന് നമ്മൾ ജയിക്കും, ഇത്രയല്ലേ ഉള്ളൂ. തോറ്റു എന്ന് വിചാരിക്കാം, വീണു എന്ന് വിചാരിക്കാം, മുറിവായി എന്ന് വിചാരിക്കാം. ആരാ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുക? നിങ്ങളാണോ? നിങ്ങളുടെ ചങ്കാണോ? അല്ല, നിങ്ങളും അല്ല. നിങ്ങളുടെ ചങ്കും കരളുമായ കൂട്ടുകാരിയോ കൂട്ടുകാരനോ അല്ല. അതിനേക്കാളും ഒക്കെ ഏറെ വേദനിക്കുന്നത്, സങ്കടപ്പെടുന്നത് ഇതാ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളാണ്, നിങ്ങളുടെ അമ്മയും അച്ഛനുമാണ്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഈ സമയത്ത് എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്കെടുക്കരുത്. എപ്പോഴും എൻ്റെ ഗൈഡായിക്കൊണ്ട്, എൻ്റെ കൂട്ടും കൂടും തണലും താങ്ങുമായി മാറുന്ന, സദാസമയം എൻ്റെ നന്മ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ അമ്മയും അച്ഛനും ഉണ്ട്. അവരടുത്ത് പറയണം. എന്ത് തീരുമാനങ്ങളും എന്ത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും അവരെ കാണുക, അവരോട് പറയുക. ഏറ്റവും മധുരമായ തീരുമാനങ്ങളിലേക്ക് അവര് നമ്മളെ എത്തിക്കും. പക്ഷെ ഓല അഭിപ്രായം ചിലപ്പോ ആദ്യമൊക്കെ കയ്പിരിക്കും ഇല്ലേ? ഒരു പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ കയ്പിരിക്കും. ഉമ്മയും ഉപ്പയും തുടങ്ങി വെക്കൂലേ, നേരത്തെ എഴുന്നേൽക്കാന്, നേരത്തെ കിടന്നുറങ്ങാന്, പല്ല് തേക്കാന്, കുളിക്കാന്, നഖം മുറിക്കാന്, വൃത്തിയിൽ നടക്കാന്, പഠിക്കാന്, ഫോണ് മാറ്റി വെക്കാന്, അല്ലേ, സ്ക്രീൻ ടൈം കുറയ്ക്കാന്. ഇതൊക്കെയല്ലേ വീട്ടിൽ എപ്പോഴും